നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിൽ വിദ്യാർത്ഥികൾ സൗരോർജ്ജ പ്ലാന്റ് നിർമ്മിച്ചു. പഠന പ്രൊജക്ടിന്റെ ഭാഗമായാണ് മാനേജ്മെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെ വിദ്യാർത്ഥികൾ ദൗത്യം ഏറ്റെടുത്തത്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംരംഭം നടപ്പാക്കുന്നത്. പ്ലാന്റിന്റെ ഉദ്ഘാടനം യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് നിർവഹിച്ചു. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ 50 കിലോവാട്ടിന്റെ സൗരോർജ്ജ പ്ലാന്റാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചത്. പഠന പ്രോജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച പ്ലാന്റിന് മാനേജ്മെന്റ് 20 ലക്ഷം രൂപ അനുവദിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പായ റെൻവോൾട്ട് എനർജി സൊല്യൂഷൻസിന്റെ സാങ്കേതിക സഹായവും ഉപയോഗപ്പെടുത്തി. ദിവസവും 220 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കോളേജിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ശേഷം അധികമുള്ള വൈദ്യുതി KSEBിക്ക് നൽകും. KP ഷഹബാസ്, അനന്തു രാജൻ, അഫ്സൽ ബഷീർ, അപ്പു സുബ്രഹ്മണ്യൻ, ജോർജ് മാത്യു, ആൽഫിൻ റോയ്, ഏലിയാസ് ബേബി, ഐഡൽ ഡിസ്റ്റൻ, GR അശ്വിൻ, സിറിൽ ചാക്കോ എന്നിവരുടെ ഗ്രൂപ്പ് ഡോക്ടർ അരുൺ ചാക്കോയുടെ നേതൃത്വത്തിൽ 3 മാസം കൊണ്ടാണ് പ്ലാന്റ് പൂർത്തീകരിച്ചത്. പ്ലാന്റിന്റെ ഉദ്ഘാടനം യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് നിർവഹിച്ചു. അവിടെ കുട്ടികൾ തന്നെ ഇതുപോലെ തന്നെ കുട്ടികളുടെ നേതൃത്വത്തിൽ വേസ്റ്റിൽ നിന്നും എനർജി ഉണ്ടാക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ച അവരുടെ ഒരു പരീക്ഷണത്തിന്റെ ഇത് കാണിക്കുക. അതിപ്പോ നാഷണൽ ലെവലിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം അതിന്റെ വാർത്തയുണ്ട്. കുട്ടികൾക്ക് നാഷണൽ ലെവലിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ 2 ചെറുപ്പക്കാർ അത് കഴിഞ്ഞാൽ അവരതിനെ സംബന്ധിച്ച് ബ്രീഫ് ചെയ്ത് എന്താണ് ഈ പ്രൊജക്ട് എന്ന് അവർ തന്നെ പറയുന്നത്. വളരെ മനോഹരമായി ഞാൻ ഈ പറഞ്ഞ എല്ലാ ആശങ്കകളുമുള്ള ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾ എന്ന നിലയിൽ വളരെ മനോഹരമായിട്ടാണ് അവരത് അവതരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വളരെയേറെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാട്, സമൂഹം, പ്രപഞ്ചം, ഇതിന്റെ എല്ലാം നിലനിൽപ്പ് ഒരു വലിയ രാഷ്ട്രീയ വിഷയമാണ്. അത് വിദ്യാർത്ഥികൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കപ്പെടേണ്ട ഒന്നാണ്. ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം പോലും. കോളേജ് ചെയർമാൻ KP മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് തച്ചേത്തുകുടി, ബിനു വർഗീസ്, MS എൽദോസ്, ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, ഡോക്ടർ തോമസ് ജോർജ്, സിബി മനു, സിബി മാത്യു, ലാൽ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി സ്വാഗതവും ഡോക്ടർ അരുൺ എൽദോ കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ്, നെല്ലിമറ്റം.